വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ UDF ഏകോപന സമിതി ഇന്ന്. പാലക്കാട്, ചേലക്കര, വയനാട് പ്രകടനം ചർച്ചയാകും. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടവും വിലയിരുത്തും. വൈദ്യുതി വകുപ്പ് എതിർത്തിട്ടും മണിയാർ പദ്ധതിയിൽ തിരുത്തലിന് തയ്യാറാകാതെ സർക്കാർ. കാർബറണ്ടം കമ്പനിക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകിയില്ല. വിവരാവകാശ രേഖ ന്യൂസ് 18. കരാർ നീട്ടുന്ന ഉത്തരവിറക്കാത്തത് പ്രതിപക്ഷ എതിർപ്പ് തുടരുന്നതിനാൽ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. നടപടി ആര്യാട് സ്വദേശികൾ നൽകിയ പരാതിയിൽ. പുഷ്പയ്ക്കെതിരെ 1 മാസത്തിനിടയിൽ 3ാമത്തെ കേസ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ സ്കൂളിൽ വെടിവയ്പ്. ഒരു അധ്യാപികയും വിദ്യാർത്ഥിയും മരിച്ചു. വെടിയുതിർത്തത് 17കാരി. 6 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സിറിയയിലുണ്ടായത് തീവ്രവാദ അട്ടിമറിയെന്ന് ബാഷർ അൽ അസദ്. രാജ്യം വിട്ടത് വ്യോമതാവളം ആക്രമിച്ചപ്പോൾ. നാടുവിട്ട ശേഷം അസദിന്റെ ആദ്യ പ്രതികരണം സമൂഹമാധ്യമത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. കുട്ടമ്പുഴക്കാർക്ക് എന്നും ഭീഷണി കാട്ടാന. എറണാകുളം കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ ജനരോഷം ശക്തം. കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട എൽദോസിന്റെ സംസ്കാരം ഇന്ന് 3 മണിക്ക് കുട്ടമ്പുഴ ക്നാച്ചേരി മാർത്തോമ പള്ളിയിൽ നടക്കും. കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് 8 മണിക്കൂറിന് ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയത്. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങും എന്നാണ് കളക്ടറുടെ ഉറപ്പ്. കുട്ടമ്പുഴയിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് സമയബന്ധിതമായി പാലിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ട്രഞ്ച് നിർമ്മാണം, ഫെൻസിംഗ് എന്നിവയ്ക്കുള്ള അനുമതി നേരത്തെ നൽകിയതാണ്. ടെൻഡർ നടപടികളാണ് കാലതാമസമെന്നും മന്ത്രി പറഞ്ഞു. വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 3 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം. അപ്പോൾ ആ ഒരു നടപടിക്രമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷന് സാധിക്കുകയുള്ളൂ. ഇന്നലെ തന്നെ ഇന്ന് ട്രഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത്. ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടമ്പുഴയിൽ നിന്നും ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ജനകീയ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കും? അശ്വതി, വലിയ പ്രതിഷേധം. ഇന്നലെ രാത്രി കളക്ടർ ഇവിടെ വന്ന് നൽകിയ ഉറപ്പുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൽദോസിൻ്റെ മൃതദേഹം ഇവിടെ റോഡിൽ നിന്ന് എടുക്കാനായിട്ട് പോലും അവർ അനുവദിച്ചത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ വീണ്ടും ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു, എൽദോസ് കൂടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നാട്ടുകാർ ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് ഇനി നൽകിയ ഉറപ്പുകൾ അത് പാലിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ഇന്നലെ സ്ഥലത്തെത്തി, അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി കുടുംബത്തിന് ചെക്ക് കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും എല്ലാം തന്നെ ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഈ റോഡിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ആ ഒരു ചെറിയ ടർപോളിൻ ഭാഗം, ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗം, ഇവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇവിടെ നിന്ന് പിന്നീട് ഈ കളക്ടർ നൽകിയ ഉറപ്പിലാണ് ഇവിടുന്ന് മൃതദേഹമടക്കം എടുത്തു മാറ്റാനടക്കം അനുവദിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ എൽദോസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 9 മണിക്ക് ശേഷം ആരംഭിക്കും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. പൊതുദർശനത്തിന് ശേഷം 2 മണിക്ക് ക്നാച്ചേരി മത്തോമൻ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.
നാട്ടുകാരുടെ പ്രതിഷേധം അത് വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. അധികൃതരുടെ ഒരു ഉറപ്പിനും അവരെ അനുനയിപ്പിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം അതിൻ്റെ ഒരു തന്നെയാവർത്തനം തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത്. അതിന് വീണ്ടും ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. ആ ജനകീയ പ്രതിഷേധം അത് ജനകീയ ഒരു ഹർത്താലിലേക്കടക്കം മാറിയിട്ടുണ്ട്. ഇവിടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മേഖലയിലും അതോടൊപ്പം തന്നെ കോതമംഗലം മുനിസിപ്പാലിറ്റി മേഖലയിലും ഇന്ന് പ്രതിഷേധം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഹർത്താൽ ആചരിക്കുകയാണ്. എന്തായാലും അത്തരം പ്രതിഷേധങ്ങളിൽ തന്നെയാണ് നാട്ടുകാർ തുടരുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള ആൾ തന്നെയാണ് കഴിഞ്ഞ നാളുകളായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ആനയുടെ ഭയങ്കര ശല്യമാണ്. ഒരു സന്ധ്യ എണ്ണി നടക്കാൻ പോലും പറ്റില്ല. ആനയുടെ ശല്യം കാരണം ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റർ ചിലപ്പോൾ അവരവിടെ ഉണ്ടാവും, ചിലപ്പോൾ അവരവിടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെയാണ്. ആരും ഒരു ഉറപ്പ് നൽകിയിട്ടത് ഉറപ്പ് നൽകിയിട്ടില്ല. ഇപ്പം ഇന്നലെ ഒന്ന് എത്ര സംസാരിച്ചിട്ടുണ്ട്, അത് പ്രാബല്യത്തിലാവുമെന്ന് നമുക്കറിയില്ല. പലപ്പോഴും റോഡ് സൈഡിൽ തന്നെയാണ് ആന കൂടുതൽ. നമ്മളിപ്പോൾ നിൽക്കാൻ ശല്യം ഉണ്ടാക്കാറില്ലായിരുന്നു, ഇതുപോലെ സംഭവിക്കാറില്ലായിരുന്നു. പക്ഷേ എന്തോ ഇന്നലത്തെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഇതായിപ്പോയി. ഈ പ്രതിഷേധിച്ചതുകൊണ്ട് കാര്യമാവുന്നുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും ഉണ്ടാവും, തീരുമാനം ഉണ്ടാവും. എന്തായാലും തീരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കളക്ടർ വന്നത് അവർക്കുള്ള ഫണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വഴിവിളക്ക് അടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഇത്ര നാളായിട്ടൊരു നടപടി എല്ലാം ഉണ്ടായിരുന്നു. തൽക്കാലം അത് ഈ പഞ്ചായത്തിൻ്റെയൊക്കെ അത് വന്നു കഴിയുമ്പോൾ അത് പെട്ടെന്നുള്ള ഇത് കുറച്ച് കഴിയുമ്പോൾ അത് സാധനം പോകും. അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? ഇങ്ങനെ ഇതിൽ നടന്നു പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണോ? രാത്രി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഓട്ടർ വിളിച്ച ആരും വരില്ല. ഇനിയും ഒട്ടും വരില്ല പേടിച്ചിട്ട്. ഇപ്പം എന്ത് ചെയ്യുന്ന ഇനിയിപ്പോൾ സന്ധ്യയാകുമ്പോൾ വർഷമായി കൊണ്ടുവിടാണെങ്കിൽ അവർ വണ്ടി ഡീസലില്ലെന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ സന്ധ്യക്ക് പോകുന്നതാണ്. കടന്നു പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ പറ്റില്ല. ഇനി പേടിച്ചിട്ട് ഇതിൽ പോവില്ല. ഇത് പറഞ്ഞാൽ ജനങ്ങളൊക്കെ ആകെ ഒരു ഭീതിയെന്ന് വെച്ചാൽ ഇവിടെ 5 അടി വീതിക്ക് ഇവിടെ കോൺക്രീറ്റ് കെട്ടി ആണിയടിച്ച് നിലനിർത്തിയാലാണ് ആനകൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുള്ളൂ. അപ്പോൾ ഈ ആനയുടെ കാലിൽ ആണി കൊള്ളാൻ പറഞ്ഞാൽ ആന പുറത്തേക്ക് വനത്തിൽ തന്നെ നിന്നോളൂ. അതായത് ഒരു സംവിധാനം ചെയ്യില്ലാതെ ഇവിടെ ട്രെഞ്ച് യാത്ര നടക്കുന്നില്ല. ഇവിടെ നിന്ന് അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറയാണ് മൊത്തം. ട്രെഞ്ച് യാത്ര നടക്കൂല. ഇല്ല. ഈ ഇവിടെ കുറച്ചിടെ മാത്രമാണ് മണ്ണ ഭാഗങ്ങളുള്ളൂ. ഇവിടെ ട്രെഞ്ച് യാത്ര നടക്കുള്ളൂ. ഇതിപ്പോൾ ഫോറസ്റ്റുകാരുടെ പരിസരം എല്ലാം ട്രെഞ്ച് യാത്ര അവർ സുരക്ഷിതമായിട്ടാണ് ആക്കണേ. ജനങ്ങൾക്ക് വിഷയമൊന്നുമില്ല. അവരിപ്പോൾ എങ്ങനെ കഴിയണോ കഴിയുന്നില്ല. അവരുടെ ഭാഗം സുരക്ഷിതമായിട്ടാണ് നിൽക്കണത്. അവർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇതൊന്നും ഇവിടെ നടക്കുന്ന ഏർപ്പാടൊന്നുമല്ല. ഇവർ ചുമ്മാ പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ പലതും പറയും. ഒരു കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാറില്ല ആരും. ചുമ്മാ ഓരോരോ കാര്യങ്ങൾ ഇവിടെ എത്ര ആൾക്കാർ മരിച്ചാലും ഇവിടെ ഇതിങ്ങനെ ഒന്നുമില്ല. കുറെ ആൾക്കാർ, കുറെ രാഷ്ട്രീയക്കാർ ഇവിടെ 2 പാർട്ടി ഭരിക്കേണ്ടത്. അവർ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. അടുത്ത 5 വർഷം കഴിയുമ്പോൾ വേറെ പാർട്ടിക്കാർ വരും. അവർ പറഞ്ഞാലും ഇവർ പറഞ്ഞാലും ഒക്കെ ഈ സംഭവം തന്നെ നടക്കുള്ളൂ. ഇതൊന്നും നടക്കൂല. ഒരു കാര്യവും നടക്കൂല. ഇവർ ചുമ്മാ പറയും അടുത്ത വോട്ടിന് വേണ്ടി. ഇപ്പൊ പറയും ഇപ്പൊ ഞാൻ അടുത്ത ഇലക്ഷൻ വരാൻ പോകുമല്ലോ, ഞാൻ അടുത്ത വോട്ടിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വെറും പൊട്ടന്മാരാ. ഇതിന് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവനോത്സവത്തിനും ഒരു അവകാശമില്ല. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിനും ആ സ്വത്തിനും അവകാശം, അതായത് നമുക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ ഏത് വിധേന അത് നഷ്ടപ്പെടുത്താനുള്ള ഒരു അനുവാദം കൊടുക്കണം. ഫോറസ്റ്റുകാർ ശരിയും കൊടുക്കണം. രാഷ്ട്രീയക്കാർക്ക് ഒരു മുതൽക്കൂട്ടായി ഒരു കുറച്ച് ദിവസത്തേക്ക് അവരിഞ്ഞ് ചാനലിൽ കയറി ചർച്ചയാവും, ഇതാവും പറഞ്ഞുകൊണ്ട് നടക്കും. ഇതത്രേ ഉള്ളൂ. വേറെ ഇതും കൊണ്ട് ഒരു പ്രയോജനം നടക്കൂല. അവരിപ്പോ പറയും ഇപ്പൊ ഈ കൊടുക്കാന്ന് പറഞ്ഞ പൈസ തന്നെ കൊടുക്കുമെന്നൊരു സംശയം ഇവിടെ. ഒരു സ്ഥലത്തും അതൊക്കെ ചുമ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നടപ്പിലൊന്നുമില്ല. എവിടെ വളരെ ഇന്നലെ ഓൾറെഡി അതൊക്കെ ചെറിയ കേസല്ല. അത് സിമ്പിൾ തീരാത്ത കേസുകൾ. ഇപ്പൊ ഈ പിണർക്കുടിയിലൊക്കെ നടന്ന കേസിനൊന്നും കാശ് കൊടുത്തുള്ള എന്ന് വരെയിട്ടും. എന്തായാലും അശ്വതി, ഈ രീതിയിലാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. കാരണം ഇതിൽ ശക്തമായ ഒരു പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തുടരുകയാണ്. കാരണം യാതൊരു രീതിയിലും അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ്. എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ കഴിഞ്ഞു പോകുന്നത്? ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ സങ്കീർണമാണ്. ഈ കുട്ടമ്പുഴ പഞ്ചായത്ത് നിറച്ച ആനയാണ്. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾക്കാട്ടിലെ ആനയ്ക്ക് തിന്നാൻ തീറ്റയില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇവിടെ 2018 വരെ ഈറ്റവെട്ടുണ്ടായിരുന്നു. ആ ഈറ്റവെട്ടുണ്ടായിരുന്ന സമയത്ത് ആനയൊന്നും ഇത്ര ശല്യം ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ഇല്ലായിരുന്നു. ഈറ്റ വെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാനികളുണ്ടാവും, പുതിയ ഇലകളുണ്ടാവും. അപ്പോൾ ആനയ്ക്ക് തിന്നാനുള്ളൊരു തീറ്റ അവിടെ തന്നെ കിട്ടും. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ കമ്പനി നിന്നുപോയതാണ് ഈറ്റവട്ടം നിൽക്കാൻ കാര്യം. ഇപ്പോൾ അതില്ലാതോടുകൂടി ഉൾക്കാട്ടിലുള്ള ആനകൾ കുട്ടമ്പുഴ, നേര്യമംഗലം, പുന്നേക്കാട് ഏരിയകൾ ഉൾപ്പെടെ
നീണ്ടപാറ വരെ വരുന്ന ഏരിയകളിലേക്ക് ഇവിടെ നിന്നാണ് ആന കടന്നു പോകുന്നത്. ഇതിന് ഏക ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ആനനെ ഇനി നിയന്ത്രിക്കണമെങ്കിൽ ഇതിലെ കടന്നു പോകുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് പുനർഗതാഗത യോഗ്യമാക്കുക മാത്രമാണ് ഏക പരിഹാരം. അപ്പോൾ ആ റോഡ് പുനർഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞാൽ ഈ ആന ഉൾക്കാട്ടിലേക്ക് ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡിന്റെ പൂയംകുട്ടി കഴിഞ്ഞിട്ടുള്ള ആ റോഡിന്റെ സൈഡിൽ നിന്ന് തമിഴ്നാട് വരെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കിടക്കുവാണ്. ആനകളെല്ലാം അങ്ങോട്ടേ ഉൾവലിഞ്ഞോളും. ഒരു 10% ആന കൂടുതൽ ഇങ്ങോട്ട് വരില്ല. രീതിയിൽ ഈ ഫോറസ്റ്റ് ഓഫീസർമാർ അത്തരം ചർച്ചകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പോ അവര് ഉള്ള റോഡുകൾ പോലും ഞങ്ങൾ ഇത് സംബന്ധിച്ച് പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് നിവേദനങ്ങൾ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മിനിസ്റ്റർക്ക് നിവേദനം കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മന്ത്രി പരിശോധിക്കാം എന്ന് പറയണം, അല്ലാതെ ഓരോ നടപടിയില്ല. ഈ നാട്ടിലേക്ക് കടന്നു പോകുന്ന റോഡുകൾ പോലും ഹൈക്കോടതിയുടെ ഉത്തരവുകളിൽ പോലെ ഉള്ള റോഡുകളിൽ പോലും ഫോറസ്റ്റുകാർ കടത്തിവിടില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് കടന്നു പോക്കളാൻ. പക്ഷെ ആ റോഡിൽ പോലും ഫോറസ്റ്റുകാർ കടത്തിവിടില്ലാത്ത അവസ്ഥയാണ്. അശ്വതി, വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാവരുടെ ഭാഗത്തു നിന്ന് തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ബദൽ മാർഗങ്ങൾ, സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ പല കാര്യങ്ങളും കൂടെ അതിന് തടസ്സമാകുന്നു എന്നതാണ്. എന്തായാലും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ കോതമംഗലം മുനിസിപ്പാലിറ്റി മേഖലയിലും ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു. ഒരു കാര്യം കൂടി ഡാനി, ഇന്നിപ്പോൾ മന്ത്രി ഇതിലിടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഈ ട്രഞ്ച് നിർമ്മാണം ഉടനെ നടത്തും, ഇന്ന് തന്നെ ആ പണി തുടങ്ങുമെന്നാണ്. ഇപ്പൊ നമ്മൾ ഡാനി സംസാരിച്ച ഒരാൾ തന്നെ പറഞ്ഞത് ഈ ട്രഞ്ച് കൊണ്ടൊന്നും അവിടെ കാര്യമില്ല എന്നാണ്. അപ്പൊ ഇത് ആളുകൾക്ക് ഉപകാരമില്ലെങ്കിൽ ഇപ്പൊ ഫോറസ്റ്റുകാർക്ക് മാത്രമാണ്, അവർ മാത്രമാണ് സേഫ് ആയിരിക്കുന്നത്. ജനങ്ങൾക്ക് എപ്പോഴും ദുരിതം തന്നെയാണ് ആന ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് അവിടുത്തെ? അശ്വതി, അക്കാര്യത്തിൽ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതൊരു ആനത്താരി എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതുവഴി കടന്നു പോകുന്നു എന്നതാണ് പറയുന്നത്. ഇത് മണ്ണ് നിറഞ്ഞ ഒരു മേഖലയാണ്, കടന്നു പോകാനായിട്ട് സാധിക്കുന്ന ഇടമാണ്. ഇവിടെ നേരത്തെ ഒരു ഫെൻസിങ് സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏതാണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്, ഇപ്പോൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലാണ് ഇത് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് ഇതിനൊരു ഫെൻസിങ് എന്നൊക്കെ പറയുന്നത്. ഈ താഴെ കിടക്കുന്ന ഇലക്ട്രിക് ഫെൻസിങ് ആണ് ഈ കാണുന്നത്. ഇത് ഈ ഭാഗത്ത് മാത്രമല്ല, അതിന് അപ്പുറത്തും ഇതേപോലെ തന്നെ തകർന്നു കിടക്കുന്നതാണ്. ഇതിനെ ഇലക്ട്രിക് ഫെൻസിങ് എന്നതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും തന്നെ ഇല്ലാതായിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്താണ് ട്രെഞ്ച് കുഴിക്കുക എന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. റോഡിന് ഇവിടേക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ട്രെഞ്ച് കുഴിക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നതും ഇവിടെ തന്നെയാണ്. പക്ഷെ ഇവിടെ അത് സാധിക്കുന്ന കാര്യമാണ്, മണ്ണ് നിറഞ്ഞ മേഖല. പക്ഷെ തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ അത് പാറ നിറഞ്ഞ ഒരു മേഖലയാണ്. അവിടെ ഈ പറയുന്ന പോലെ ഈ ട്രെഞ്ച് നിർമ്മാണമോ മറ്റു കാര്യങ്ങളോ ആ നാട്ടുകാർ പറഞ്ഞതുപോലെ അതൊന്നും സാധിക്കുന്നില്ല. പക്ഷെ അവിടെ സാധിക്കുന്നില്ല എന്നുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നല്ല അർത്ഥം. അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വളരെ കാര്യക്ഷമമാക്കിക്കൊണ്ട് അവിടെ നിർമ്മിച്ചു പോകാൻ കഴിയും. ഇതെല്ലാം സാധിക്കും. പക്ഷെ അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടലടക്കം വേണം. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഇതിന്റെ ടെൻഡർ നടപടികളാണ് ഇപ്പോൾ താമസപ്പെടുത്തുന്നു പറഞ്ഞു. അപ്പോൾ അത് കാലോചിതമായി അതെല്ലാം തന്നെ ആലോചിക്കേണ്ടതാണ്. അത് ടെൻഡർ നടപടികൾ എത്തിയെന്ന് പരിശോധിക്കേണ്ടത് ആരാണ്? അത്തരം കാര്യങ്ങളിലെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ട്രെഞ്ച് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മന്ത്രി നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ട്രെഞ്ച് ഇവിടെ നിർമ്മിക്കുന്നു. അതോടൊപ്പം എത്രത്തോളം ഒരു ശാശ്വതമാണ് ഇവിടുത്തെ കാര്യങ്ങൾ? മന്ത്രി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇങ്ങനെ പറയാമെന്ന് മാത്രം. ഈ മനുഷ്യനെ കണ്ട് ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടായ സ്ഥലത്ത് മന്ത്രി സന്ദർശിച്ചിട്ടുണ്ടോ? ഇദ്ദേഹമൊക്കെ വെറുതെ ഈ ജനത്തിന്റെ പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇവിടെ വനസംരക്ഷണത്തിന് പൈസ വരുന്നു, വനവികസനത്തിന് പൈസ വരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഏതോ കേന്ദ്രത്തിൽ നിന്ന് പണങ്ങൾ വരുന്നു, പണം വാങ്ങുന്നു എന്നുള്ളതാണ്. പാവപ്പെട്ട ജനത്തിന്റെ സ്ഥിതി ഇപ്പോഴും പരിതാപകരമാണ്. വെറുതെ ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ ആരും നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. മന്ത്രിയില്ല, മുഖ്യമന്ത്രിയില്ല, ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിലിപ്പോ ജനം സമീപകാലത്ത് ഇതേ നില തുടർന്നാൽ ഈ അവസ്ഥയൊക്കെ വളരെ 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 സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോ ഒരാൾ മരിക്കുന്നു, ആ സമയത്ത് കൊണ്ടുവന്ന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നു, ആ വികാരം അങ്ങോട്ട് ഒതുക്കി അവരങ്ങനെ പോകുന്നു. ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയേക്കുവാണ്. വന്യമൃഗങ്ങളെല്ലാ മേഖലയിലും അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ആളെ കൊല്ലുന്ന ആനകളെ അല്ലെങ്കിൽ അതുപോലുള്ള മൃഗങ്ങളെ അതേ രീതിയിൽ തന്നെ തിരിച്ച് കൈകാര്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ലെങ്കിൽ മനുഷ്യ ജീവിതം ഇവിടെ ദുസ്സഹമാണ്.
വളരെ അടിയന്തരമായ നടപടി സ്വീകരിക്കുക. അല്ലെങ്കിൽ മരിച്ച മന്ത്രിയെ കൊണ്ടോ അല്ലെങ്കിൽ മരിച്ച സംവിധാനങ്ങളെ കൊണ്ടോ നമുക്കിവിടെ ആവശ്യമില്ല. വെറുതെ ജീവിച്ചിരിക്കുന്നത് ജനത്തിന്റെ വേസ്റ്റ്, ജനത്തിന്റെ പണം ദുർവ്യയം ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുക. അതുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരമാണ് വേണ്ടത്. ഇതിപ്പോ ഒറ്റപ്പെട്ട ചില സംഭവമായിട്ട് ആരും കണ്ടിട്ട് കാര്യമില്ല. ഇത് നിരന്തര സംഭവങ്ങളായി മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അശ്വതി, കൃത്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ ഇടപെടേണ്ട സമയത്ത് തന്നെ കൃത്യമായി ഇടപെട്ടില്ല എങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരിസരത്തുള്ളവർ തന്നെയാണ് ആരുടെയും വാക്കിനെയും ആരും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം പലതവണ അതാണ് ഡാനി അവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. കാരണം ഈ ടെൻഡർ നടപടികൾ കൊണ്ട് വൈകിയിരുന്ന ട്രെഞ്ചിങ് ഇപ്പോൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ജീവൻ ബലി നൽകേണ്ടി വന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന്റെ രോഷം അവർക്കുണ്ടാകും, അത് സ്വാഭാവികമാണ്. യാത്രാക്ലേശവും അവിടെ ഉണ്ടല്ലോ. നേരത്തെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ആളുകൾ ഇനി ഒരു ഓട്ടോ വിളിച്ചാൽ പോലും അങ്ങോട്ടേക്ക് ആളുകൾ വരാത്ത അവസ്ഥയാണ് എന്ന്. പെട്ടെന്ന് ഒരു ആശുപത്രിയോ ആവശ്യമോ ഒക്കെ വന്നാൽ അവരെങ്ങനെ പോകുമെന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അശ്വതി, അതിൽ ഈ പരിസരത്തേക്ക് വരുമ്പോൾ ഇത് ബസ് അപ്പുറത്ത് അന്ന് അവസാനിക്കും. പിന്നീടുള്ളത് ഇത് കൃത്യമായി വനത്തിലൂടെയുള്ള ഒരു റോഡാണ്. പിന്നീട് അങ്ങോട്ട് ഇത് അവസാനിക്കുന്നിടത്താണ് ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്ന പോലെ കുറച്ചു പേരെ താമസിക്കുന്നിടമുള്ളത്. ഇതിലെ ഒരു കൗതുകരമായ ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം. ഇത് മുകളിലേക്ക് നോക്കും. ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇത് കത്തുന്നുണ്ട്. അത് എപ്പോഴാണ് ഇട്ടതെന്നത് കൂടി ഇന്നലെയാണ് ഇത് സ്ഥാപിച്ചത്. ഈ അപകടമുണ്ടായതിനു ശേഷം ഈ ദുരന്തമുണ്ടായതിനു ശേഷം ആണ് ഇത് കൊണ്ടുവന്നത്. ബാക്കി എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും ഇതുപോലെ ഒന്നുമില്ലാതെ തീർത്തും ഇരുളടഞ്ഞ ഒരു മേഖലയാണ് ഇവിടെയുള്ള. നാട്ടുകാരുടെ നാളുകളായുള്ള ആവശ്യമാണ് ഇവിടെ ആ സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും വേണം. എങ്കിൽ മാത്രം അവർക്ക് ഇതിലൂടെ ആനയുണ്ടോ എന്ന് എങ്കിലും പരിശോധിച്ച് അവർക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് അത്രമേൽ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. കാരണം പലപ്പോഴും മൊബൈലിന്റെ വെളിച്ചത്തിലെല്ലാമാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ആ സെറ്റിൽമെന്റ് വരെയുള്ള ദൂരത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ അവർക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ കിട്ടും. കാരണം ഇതിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ചിലർ പേടിച്ചിട്ട് വരില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ വന്നിറങ്ങുന്നവർക്ക് വീട്ടിലേക്ക് പോകണം. അവർക്ക് എല്ലാവർക്കും തന്നെ വാഹനങ്ങളുള്ളവരല്ല, തീർത്തും സാധാരണക്കാരായ ആളുകളാണ്. പലപ്പോഴും ഇരുചക്ര വാഹനങ്ങളാണ് പലർക്കും ഉള്ളത്. അപ്പോൾ ആരെങ്കിലും സഹായിച്ചാൽ അവിടേക്ക് എത്താൻ കഴിയും. അല്ല എങ്കിൽ ജീവൻ കയ്യിൽ പിടിച്ച് ഇതിലൂടെ നടക്കേണ്ടി വരും. ഇന്നലെ അതുപോലെ പോയ ഒരാളാണ് എൽദോയും ഒപ്പമുണ്ടായിരുന്നവരും. ഇവിടെ വെച്ചാണ് ആക്രമിക്കപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് അവർ ചിതറി ഓടുന്നത്. ഈ ഭാഗത്ത് വെച്ച് അവർ ആക്രമിക്കപ്പെടുന്നു. നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് ആന ഇറങ്ങി വരുന്നതായിട്ട് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ കാൽപ്പാടും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഈ ഭാഗത്ത് വെച്ചാണ് ഇവിടെ നിന്ന് ഈ ആൾക്കൂട്ടത്തിന് നേരെ ഇവിടെ നടന്നു പോകുന്നവർക്ക് നേരെയെല്ലാം തന്നെ ഇത് ആന എത്തുന്നത്. അതിനിടയിൽപ്പെട്ടാണ് എൽദോസ് മരിക്കുകയും ചെയ്യുന്നത്. കൂടെയുള്ളവർ ചിതറി ഓടുന്നു. അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ ഓടുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നത്. ഈ പ്രദേശം എപ്പോഴും എല്ലാവരും തന്നെ പറയുന്നത് ആനയുടെ സാന്നിധ്യം ഏതു സമയത്തും എപ്പോൾ വേണമെങ്കിലും അത് ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യത തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അത്തരം അപകടം നിറഞ്ഞ ഒരു യാത്രയിലാണ് അവർക്ക് ഗതാഗത പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. കാരണം ഇതിലൂടെ കടന്നു പോകുന്നത് സ്വകാര്യ വാഹനങ്ങളിൽ ഓട്ടോറിക്ഷയെ ആശ്രയിച്ച് അവർക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതൊരു നിശ്ചിത സമയത്തേ ഉള്ളൂ. ബസ് ഗതാഗതം അവിടെ വെച്ച് അവസാനിക്കും. പിന്നീട് ഇവർ ഇവിടേക്ക് കടന്നു പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ കയ്യിൽ പിടിച്ച് കടന്നു പോകാമെന്നല്ല നമ്മൾ പറയില്ല. അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ള ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, വളരെ സത്വരമായി ഉണ്ടാകണം. ഇന്നലെ രാത്രി നൽകിയ ഉറപ്പ്, ഇന്നലെ പാതിരാത്രി കളക്ടർക്ക് ഇവിടെ എത്തേണ്ടി വന്നതായി ജനങ്ങൾ ഒരുമിച്ച് ഇനി ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ച് അവർ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് ജില്ലാ കളക്ടർക്ക്, ജില്ലാ ഭരണാധികാരിക്ക് ഇവിടെ വന്ന് നാട്ടുകാരുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങളുണ്ട്, തൊഴുകൈകളോട് പറയുന്നു ഞാനിതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ആരുടെയാണ് അലംഭാവം, ആരുടേതാണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന വലിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ടെൻഡർ നടപടികൾ വൈകിയത് എന്താണ് അതിന് കാരണമെന്ന് അദ്ദേഹം പരിശോധിക്കണം. ആ കാരണത്തിന് മുകളിലേക്കാണ് ഇത്തരം മരണങ്ങൾ ചെന്നെത്തുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുന്നതും അതുകൊണ്ടാണ്. അശ്വതി, ശരി. ഡാനി പോളാണ് കുട്ടമ്പുഴയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസിയായ ഓട്ടോ ഡ്രൈവർ സുരേഷ്. അപകട സ്ഥലത്തേക്ക് സുരേഷ് ആദ്യം ഓടിയെത്തുമ്പോൾ എൽദോസിനെ ആക്രമിച്ച ശേഷം കാട്ടാന കടന്നു പോകുന്നതാണ് കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയതും സുരേഷാണ്.
മരണത്തോടെ വലിയ രീതിയിലുള്ളൊരു ഭീതിയിലേക്ക് ഈ പ്രദേശവാസികളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ്. എൽദോസ് നാട്ടുകാർക്ക് സുപരിചിതനായിരുന്നു. ഇന്നലെ ഇവിടെ വന്ന് ബസ് ഇറങ്ങുമ്പോൾ ഈ സംഭവത്തിനെല്ലാം തന്നെ ദൃക്സാക്ഷികളായവരും തന്നെ ഉണ്ട്. എന്തായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്? അതായത് എൽദോസ് വന്നേക്ക് മുമ്പ് ഒരു പയ്യൻ വന്ന് എന്നെ ഓട്ടം വിളിച്ചു. അവനോട് ചീത്തയും പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടുവിട്ടു. അവനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ആന ഇവിടുന്ന് ആളെ ചവിട്ടി കൊന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയറ്റായ കാരണം വണ്ടി വെട്ടം മുകളിലേക്കായി. അത് കഴിഞ്ഞിട്ട് പന്തിയുടെ കാലം വെച്ച് ഞാൻ തിരിച്ചുപോയി. സാധാരണ ഞാൻ തിരിച്ചു പോകാറില്ല, ആനയുടെ ഒപ്പം തന്നെ ഞാൻ വരാറുണ്ട്. പക്ഷെ ഇന്നലെ എന്തോ തോന്നി തിരിച്ചുപോയി. തിരിച്ചു കഴിഞ്ഞിട്ട് ആളെ കൂട്ടിക്കൊണ്ടുവന്നു. ആളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ആർക്കും ഫ്രണ്ടിൽ വെക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കൊണ്ട് പോന്നു. എൻ്റെ ബാക്കിൽ വന്ന വണ്ടി ഈ ബോഡി ഇറക്കാൻ കണ്ടു. ഞാനൊരു 100 മീറ്റർ അപ്പോഴത്തേന് ഇപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു ആന ചവിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പോരാണ്ട് പോർച്ചാരുടെ അടുത്തെന്ന് പറഞ്ഞു. അവരെയും കൂട്ടിക്കൊണ്ട് ഇവരും ഇങ്ങോട്ട് വന്നു. ഞാൻ മെമ്പറേയും വിളിച്ചുകൊണ്ട് ജോഷിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. ജോഷിക്ക് അറിയാമുള്ള പോർച്ചാർക്ക് അറിയാമുള്ള ഇത് ആരാന്ന് അത് ആ കോലത്തിനായി. അപ്പോൾ കഴിഞ്ഞിട്ട് ഇത് ആളെ അറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്ന് നോക്കി പറഞ്ഞു ഇന്ന ആളാന്ന് പറഞ്ഞു. സ്ഥിരം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. പ്രശ്നങ്ങൾ ഇതുവരെയായിട്ടും ആരെയും ശല്യം ചെയ്തിട്ടില്ല. ആന നിൽക്കാറുണ്ട്, സൈഡിൽ വണ്ടി കാണുമ്പോൾ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നലത്തെ കൂട്ടിമുട്ടി സംഭവിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് ആ ഒരു ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ടായിരുന്നത്. കാരണം അതൊരു നടുക്കം ഉണ്ട്. തൊട്ടു മുന്നിൽ അല്പം മുമ്പ് കണ്ട് പോയൊരു മനുഷ്യനെ പെട്ടെന്ന് ഇല്ലാതാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നത്. ഈ പ്രദേശത്തെ വാസികളുടെ ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ ഒരു സങ്കടം അവരെ വാക്കുകളിലെല്ലാം തന്നെ നീളിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദുരവസ്ഥയിലേക്ക് എന്ത് പരിഹാരം എന്നത് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രെഞ്ചും ഉള്ള കാര്യങ്ങൾ, അതിന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് അത് പാലിക്കണം എന്ന് അവർ ഈ ഒരവസ്ഥയിലും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു അവലോകനം ഈ മാസം 27-ന് നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് നീങ്ങും എന്ന് തന്നെ ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ 9 മണിക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിക്കുക. എന്തായാലും ഈ പ്രദേശവാസികളും പ്രദേശത്തുള്ളവരും എല്ലാം തന്നെ കടുത്ത പ്രതിഷേധം തുടരുന്നു. ഇവിടെ പ്രാദേശികമായൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 3 മണിയോടുകൂടി പ്രതിഷേധ യോഗം നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസ്. ക്രിസ്മസിന് മുന്നോടിയായി മാതാപിതാക്കളെ കാണാനാണ് കുടുംബാംഗങ്ങളെ അറിയിക്കാതെ എൽദോസ് നാട്ടിലെത്തിയത്. അപകട വിവരം പുറത്തു വന്നപ്പോഴാണ് കൊല്ലപ്പെട്ടത് ഏക അത്താണിയായ എൽദോസ് ആണെന്ന് കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിലാണ് നമ്മളുള്ളത്. എൽദോസ് ആയിരുന്നു ഈ കുടുംബത്തിലെ ഒരു അത്താണി എന്ന് പറയുന്ന എൽദോസ് അവിവാഹിതനാണ്. എൽദോസിന്റെ സഹോദരി, ഒപ്പം തന്നെ പ്രായമായ മാതാപിതാക്കൾ എന്നിവരാണ് ഇവിടെയുള്ളത്. എൽദോസിന്റെ വീടാണിത്. എൽദോസിന്റെ സഹോദരി നമുക്കൊപ്പം ചേരുന്നു. എന്തായിരുന്നു ജോലി? സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോകുമായിരുന്നു. 2 മാസം കൂടുമ്പോൾ വരും, അങ്ങനെയായിരുന്നു. ഇതുവരെ അങ്ങനെ ആന അങ്ങനെ കാണാറുണ്ടെങ്കിലും അവനെ ഉപദ്രവിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ എവിടെയായിരുന്നു? സിറ്റിയിലായിരുന്നു ജോലി? സെക്യൂരിറ്റി ആയിട്ട് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് അവന് വന്നതാ, ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് വന്നതാ. ഞങ്ങൾ വിളിച്ചില്ല, വരുവാന്ന് പറഞ്ഞ് വിളിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് വന്നതാ. നാളുകളായിട്ട് പുറത്താണോ ഇങ്ങനെ ജോലി? നാട്ടിൽ ഇവിടെ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. അവൻ ജോലിക്ക് പോവാ പുറത്ത്. അങ്ങനെ ഇങ്ങനെ നടന്നു വന്ന വഴികളിലേക്ക് ഇതുപോലെ വലിയ ഭീതിയുള്ള ഒരു അവസ്ഥയാണോ? ആനയുണ്ട്, പക്ഷെ അങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്നതായിട്ട് ഇതുവരെയും കേട്ടിട്ടില്ല. ആനയെ കാണാറുണ്ട് നടന്നു വരുമ്പോൾ. കൃഷിയൊക്കെ നശിപ്പിക്കുന്നാലും ആന അങ്ങനെ ആൾക്കാരെ ഉപദ്രവിച്ച് ഇതുവരെയും കേട്ടിട്ടില്ല ഈ പ്രദേശത്ത്. ഇന്നലെ വരുമെന്ന് അറിയിച്ചിരുന്നതാണോ വീട്ടിലേക്ക്? ഇല്ല, അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. വരുമെന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് വന്നതാ. വിവരം അറിഞ്ഞ് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. വിവരം അറിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് എൽദോസാണെന്ന് അറിയണേ. വീട്ടിലെ അപ്പച്ചനും അമ്മച്ചും? അപ്പച്ചനും അമ്മച്ചും പ്രായമായതാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടതാണ്. അവരെ നോക്കുന്നത് അവനായിരുന്നു, എൽദോസായിരുന്നു.
എൽദോസിന്റെ സഹോദരിയാണ് അത്തരം കാര്യങ്ങൾ. കാരണം വലിയ വിഷമത്തിലും കാര്യങ്ങളിലുമെല്ലാം തന്നെയാണ്. കാരണം നമുക്കറിയാം, വളരെ തീർത്തും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യം. എൽദോസ് ഇന്നലെ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് സാധാരണഗതിയിൽ വീട്ടിലേക്ക് ഇടയ്ക്ക് വന്നു പോകുന്നൊരു ശീലമായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്നു. അപ്പോൾ ഇന്നലെ വരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല, വീട്ടിലേക്ക് എത്തുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് സഹോദരി പറയുന്നത്. ഒടുവിൽ ഇങ്ങനെയൊരു ദുരന്തം ഇവിടെ സമീപത്ത് നടന്നു. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അത് തങ്ങളുടെ പ്രിയപ്പെട്ട എൽദോസാണ് അതിൽപ്പെട്ടത് എന്നതാണ് അവർ വളരെ വൈകി അറിയുന്നത്. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് എൽദോസിൻ്റെ വീട്ടിലുള്ളത്. തീർത്തും കുടുംബത്തിൻ്റെ ഒരു ഏക അത്താണി എന്ന് പറയാവുന്ന ഒരാൾ, പ്രായമായ അച്ഛനും അമ്മയുമാണ് സഹോദരി കൂടാതെ പിന്നെ ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ എൽദോസിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഏതാണ്ട് 12 മണിയോടുകൂടി ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളുമെല്ലാം അവിടെ പുരോഗമിക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ളവർ, ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ, സമീപവാസികൾ എല്ലാവരും തന്നെ ഇവിടേക്ക് വരുന്നു. അതിൻ്റെ അവിടെ ഒരു പൊതുദർശനം, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കുകയാണ്. എല്ലാവരുടെ വാക്കുകളിലും നിലനിൽക്കുന്നത് ഈ കാട്ടാന ഉൾപ്പെടെയുള്ള ഒരു വന്യമൃഗങ്ങളുടെ ഒരു ഭീതി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതിന് ഒരു ശാശ്വതമായ പരിഹാരമടക്കം കാണണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും എൽദോസിൻ്റെ ഈ മരണം അധികൃതരുടെ കണ്ണു തുറപ്പിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കുട്ടമ്പുഴയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഓംപ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ, മകൻ ഡാനിയും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഈ ഓംപ്രകാശിന് നോട്ടീസ് നൽകിയിട്ടും രാത്രി വരെ പോലീസ് സ്റ്റേഷനിലെത്താനോ കീഴടങ്ങാനോ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് രാത്രിയോടുകൂടി ഓംപ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അയാൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അധികം വൈകാതെ രാവിലെ തന്നെ ഓംപ്രകാശിന് ജാമ്യം നൽകും. മറ്റ് കേസുകളും അയാളുടെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാറണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംപ്രകാശിന് ഇന്ന് ജാമ്യം കിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നു. 75ഓളം പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. അതിൽ 10 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു. ബാക്കി കുറച്ചുപേരെ കൂടി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നഗരത്തിൽ ഗുണ്ടകളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് ഒരു ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആളുകളെ ബഹളമുണ്ടാക്കുന്നു പറഞ്ഞ അവിടെ പരിശോധനയ്ക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടായി. പലയിടത്തും ഇത്തരത്തിൽ പോലീസ് ഈ ഗുണ്ടകൾ വിലസുന്നുണ്ട്. ഈ ഓംപ്രകാശ് തന്നെ ഈ ബാറിലെ സംഭവത്തിന് ശേഷം ഈ ഫിലിം ഫെസ്റ്റിവൽ വേദികളിലടക്കം മണിക്കൂറുകളോളം കറങ്ങി നടന്നിരുന്നു. അതും പോലീസിന് നാണക്കേടായ സംഭവമാണ്. ആ സാഹചര്യത്തിലാണ് ഓംപ്രകാശിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. കൂടുതൽ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു. ഗുണ്ടകളും പോലീസുകാരും തമ്മിലുള്ള വിശുദ്ധ ബന്ധം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ആ ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിരുന്ന് സത്കാരത്തിൽ, മദ്യസത്കാരത്തിൽ ഗുണ്ടകളും പോലീസും ഒരുമിച്ച് പങ്കെടുത്തത് പോലീസിനാകെ നാണക്കേടായിരുന്നു. ആ വിഷയത്തിലും പോലീസിന്റെ അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റു പ്രതികളിൽ ഏതാണ്ട് 9 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഓംപ്രകാശിന്റെ എതിർ സംഘത്തിലുള്ള എയർപോർട്ട് സാജനും മകനും ഉൾപ്പെടെ, മകൻ ഡാനിയും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. ഈ ഓംപ്രകാശിന് നോട്ടീസ് നൽകിയിട്ടും രാത്രി വരെ പോലീസ് സ്റ്റേഷനിലെത്താനോ കീഴടങ്ങാനോ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് രാത്രിയോടുകൂടി ഓംപ്രകാശിനെ കഴക്കൂട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അയാൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അധികം വൈകാതെ രാവിലെ തന്നെ ഓംപ്രകാശിന് ജാമ്യം നൽകും. മറ്റ് കേസുകളും അയാളുടെ പേരിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാറണ്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംപ്രകാശിന് ഇന്ന് ജാമ്യം കിട്ടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്റ് സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ആലോചന. അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്ത അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നു തന്നെ ബിൽ അവതരിപ്പിക്കാനാണ് BJP നീക്കം. MP-മാർ നിർബന്ധമായും ഹാജരാകണമെന്ന വിപ്പ് BJP നൽകിയിട്ടുണ്ട്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാവും
129 ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുക. ശേഷം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണിത്. ഭരണഘടനയിൽ 82A ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും സഭാ കാലാവധി സംബന്ധിച്ചടക്കം 4 ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തുകയും വേണം. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ പാസ്സാവാൻ ഇരുസഭകളിലും 2/3 ഭൂരിപക്ഷം വേണം. നിലവിൽ അതില്ലാത്ത സർക്കാർ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത് മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി ആരോപിച്ചു. महत्वपूर्ण विधेयक जो परिवर्तन के लिए लाना चाहते हैं, इस सरकार अपनी तानाशाही से बाज नहीं आ रही. उसे पहले सर्वदलीय बैठक बुला के इस पर चर्चा करनी चाहिए थी. और ऐसे भी आज है 1 इलेक्शन 1 नेशन, फिर होगा 1 नेशन 1 पार्टी, और फिर होगा 1 नेशन 1 लीडर. तो जो मंसूबे हैं उनको हम कभी पूरे नहीं होने देंगे. संविधान में संशोधन करना पड़ेगा. कहां से लाएंगे 2/3 बहुमत? तो ये तो एक सिगुफेबाजी है. ये लाके किसी के हवाले कर देंगे. चर्चा चलती रहे, लोगों का ध्यान महंगाई, बेरोजगारी, देश में मणिपुर की समस्या, अडानी की समस्या से लोगों का ध्यान खींचता रहे. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് പ്രതിപക്ഷം. എന്നാൽ ഭാരിച്ച തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും രാജ്യവികസനത്തിനും സഹായിക്കുന്ന നിയമമെന്ന് BJP നേതാവ് അശോക് ചവാൻ പ്രതികരിച്ചു. देखिए, सरकार ने ये फैसला मोदी जी ने के नेतृत्व में किया है और बिल्कुल सही है. देश में जो चुनाव हो रहे हैं वो पूरे 5 साल जब चुनाव चलते हैं तब कोड ऑफ कंडक्ट लगता है, पैसा भी अधिक से लगता है. और ठीक है, राजनीतिक हालात हर स्टेट में अलग हो सकते हैं. सवाल ये है कि 1 नेशन 1 इलेक्शन हो जाएगा तो काम करने में उसकी बहुत ही उसमें फायदा होगा, पैसे की बचत भी होगी और मैं समझता हूँ देश के हित में होगा. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മനു ഭരത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് ലോക്സഭയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? സ്വാഭാവികമായും ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള നീക്കം. പ്രതിപക്ഷവും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് ഇത് വീണ്ടും അടിവരയിട്ട് പറഞ്ഞു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ബില്ല് വിടുക എന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന്. സ്വാഭാവികമായും അതിന് സർക്കാർ തയ്യാറാകും. കാരണം പാർലമെന്റിന്റെ ഇരുസഭകളിലും സർക്കാരിന് ആവശ്യമായ ഭൂരിപക്ഷമില്ല. അതായത് 2/3 ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതിക്ക് അനിവാര്യമായതിനാൽ അത്ര ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനാണ് സാധ്യത. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തേ മതിയാകൂ. സ്വാഭാവികമായും ലോക്സഭയിൽ 364 വോട്ടുകൾ വേണം ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ. പ്രത്യേകിച്ച് 2 ബില്ലുകളാണ് വരുന്നത്. ഒന്ന് ലോക്സഭയും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടത്തുക എന്നതിനെ സംബന്ധിച്ചൊരു ബില്ലാണ്. മറ്റത് യൂണിയൻ ടെറിട്ടറികൾ, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന ബില്ലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന ആക്ട് ഭേദഗതി ചെയ്യാൻ 2/3 ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമില്ല. അത് സ്വാഭാവികമായും അത് കേവല ഭൂരിപക്ഷം കൊണ്ട് അത് മറികടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ ബില്ല് പാസ്സായി കിട്ടണമെങ്കിൽ അതിന് സ്വാഭാവികമായും 2/3 ഭൂരിപക്ഷം അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ രാജ്യസഭയിൽ 154 വോട്ടുകളുടെ പിന്തുണ വേണം. ഒപ്പം ലോക്സഭയിൽ 364 MP-മാരുടെ പിന്തുണയും അനിവാര്യമാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ അത്ര MP-മാരുടെ പിൻബലം NDA സർക്കാരിന് ഇല്ല. ലോക്സഭയിലെ അംഗബലം 293 ആകുമ്പോൾ രാജ്യസഭയിലും അംഗബലം 114 മാത്രമാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് പാർട്ടികളുടെ കൂടി പിന്തുണ ലഭിക്കുമോ എന്ന നിലപാട് ആരായുകയാണ് സർക്കാർ. പ്രത്യേകിച്ച് NDA മുന്നണിയില്ലാത്ത YSR കോൺഗ്രസ്, ബിർജു ജനതാദൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന AIDMK തുടങ്ങിയ കക്ഷികളുടെ പിന്തുണ ആരായുകയാണ്. ഏതായാലും മമതാ ബാനർജി, DMK, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ബില്ലിനെതിരെ രംഗത്ത് വരും എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം മമതാ ബാനർജി വളരെ ശക്തമായ ഒരു പ്രതിഷേധം ബില്ലിനെതിരെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രാദേശിക വികാരങ്ങളെ തള്ളിക്കളയുന്നു എന്നാണ് നിലപാട്. DMK ആകട്ടെ ഡ്രാക്കോണിയൻ ബിൽ എന്ന തരത്തിലാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് പ്രാദേശിക വികാരങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നൊരു ബില്ലാണ് എന്ന നിലപാട് DMK മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ബില്ലിന് പ്രാദേശിക ശക്തികളുടെ എതിർപ്പുണ്ടാകും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾക്കും വികാരങ്ങൾക്കും പിന്നെ കാര്യമായ ഒരു പരിഗണന ലഭിക്കില്ല എന്ന് ഈ പാർട്ടികൾ ഭയക്കുകയും ചെയ്യുന്നു.
വിഭാഗമാകട്ടെ തെരഞ്ഞെടുപ്പിന്റെ ചിലവ് കുറയ്ക്കുക എന്നത് രാജ്യത്തിന് മുന്നിൽ ഒരു പ്രധാന വെല്ലുവിളി. ഒപ്പം തന്നെ അത് തുടർച്ച ഇടവിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭരണ സംവിധാനത്തിലെ തടസ്സം, ഇതെല്ലാം സുപ്രധാന വിഷയങ്ങളായി പരിഗണിക്കുകയും ചെയ്യുന്നു. അശ്വതി. ശരി, മനു ഭരതാണ് വിശദവിവരങ്ങൾ നൽകിയത്. പ്രിയങ്ക ഗാന്ധിയുടെ ബാഗിനെ ചൊല്ലിയാണ് പുതിയ വിവാദം. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചിത്രം പതിച്ച ബാഗുമായാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയത്. കോൺഗ്രസ് കുടുംബം എന്നും തൂക്കുന്ന പ്രീണന ബാഗാണ് ഇതെന്നായിരുന്നു BJPയുടെ പരിഹാസം. അതൊരു പ്രഖ്യാപനമായിരുന്നു. പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം. മുറിച്ച തണ്ണിമത്തൻ ചിത്രവും ഒലീവില കുത്തിപ്പിടിച്ച പ്രാവും മാത്രമല്ല, പലസ്തീൻ എന്ന വലിയ എഴുത്തും ആലേഖനം ചെയ്ത തോൾസഞ്ചി. ഇന്ത്യയുടെയും കോൺഗ്രസിന്റെയും എക്കാലത്തെയും നിലപാടിന്റെ ആവർത്തനം. കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളുമായ പ്രിയങ്ക ഗാന്ധി ഇതു ചെയ്യുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി ഓർമ്മിക്കപ്പെടും. അവർ എന്റെ മൂത്ത സഹോദരിയാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല, പലസ്തീൻ വിമോചന പോരാളികളുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവും PLO ചെയർമാനുമായിരുന്ന യാസർ അറാഫത്താണ്. 1974 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിച്ച ആദ്യ അറബിതര രാജ്യമാണ് ഇന്ത്യ. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു മുതലുള്ള ഹൃദയബന്ധമാണ് ഇന്ത്യയും പലസ്തീനുമായുള്ളത്. ഇന്ത്യയുടെ ഔദ്യോഗിക നയം ഇന്നും അതുതന്നെയാണ്. പക്ഷേ BJPയുടെ പൊതുനിലപാട് പലസ്തീനേക്കാൾ ഇസ്രായേൽ അനുകൂലമാണ്. You want to say something? Why are you carrying this bag? I've said many times what my beliefs are regarding this. And if you look at my Twitter handle, all my comments are over there. They say that they the parliamentarians can't carry this. Who's going to decide what clothes I wear now? Who's going to decide that? That's typical patriarchy, that you decide what clothes women wear also. ചർച്ചയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമാകണം പ്രിയങ്ക പലസ്തീൻ ഐക്യദാർഢ്യ ബാഗുമായി പാർലമെന്റിലെത്തിയത്. എന്നാൽ കോൺഗ്രസ് കുടുംബത്തിന്റെ പ്രീണന ബാഗാണിതെന്നായിരുന്നു BJP നേതാവ് സംബ്രീത് പത്രയുടെ പരിഹാസം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു കാരണം ഇതാണെന്നും സംബ്രീത് പത്ര പറഞ്ഞു. മുസ്ലിം രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേതെന്ന BJP ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വരും ദിവസങ്ങളിൽ വിവാദവും ചർച്ചയുമാകുമെന്ന് ഉറപ്പ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ മന്ത്രി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മുതിർന്ന നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത്. ശിവസേനയുമായുള്ള വകുപ്പ് വിഭജന തർക്കങ്ങൾക്ക് പുറമെയാണ് BJPയിലെയും ശിവസേനയിലെയും NCയിലെയും മുതിർന്ന നേതാക്കളുടെ പരസ്യ വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും ചൊല്ലി കലഹിച്ചെങ്കിലും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല. എന്നാൽ മന്ത്രിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നേതാക്കൾ പക്ഷേ ഷിൻഡെയുടെ വഴിയല്ല സ്വീകരിച്ചത്. മന്ത്രിസ്ഥാനം നൽകിയില്ലെന്ന് കരുതി താൻ ഇല്ലാതാകുന്നില്ലെന്ന് പറഞ്ഞ NCPയിലെ മുതിർന്ന നേതാവ് ഛഗൻ ഭുജ്ബൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നാസിക്കിലേക്ക് മടങ്ങി. अभी तो वो तो जो है जो पार्टी की हमारे जो नेता है उनका निर्णय होता है तो उसके बारे में क्या कहेंगे. ആദ്യം ഉൾപ്പെട്ട തന്റെ പേര് അവസാനം ദുരൂഹമായി ഒഴിവാക്കപ്പെടുകയായിരുന്നുവെന്ന് മുൻ മന്ത്രിയും BJP നേതാവുമായ സുധീർ മുൻഗന്തിവാൾ പറഞ്ഞു. मुझे तो कोई जानकारी नहीं है, वो तो आप ही बता सकते हो कि उसका नाम कटने का कारण क्या है, ये मुझे पता नहीं. अब वो आने वाले दिनों में समझ में आएगा तो आएगा. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ശിവസേന MLA നരേന്ദ്ര ഭൊണ്ടേക്കർ പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചു. ഓരോ ജാതിക്കും മന്ത്രിമാരെ വീതിച്ചു നൽകുന്ന ബീഹാർ രീതിയാണ് മഹായുതി നേതാക്കളുടേത് എന്നായിരുന്നു ശിവസേന MLAയും മുതിർന്ന നേതാവുമായ വിജയ് ശിവതേരയുടെ വിമർശനം. വകുപ്പ് വിഭജനം ഒരു വഴിക്ക് പ്രതിസന്ധിയായി തുടരുമ്പോഴാണ് മറ്റൊരു വഴിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത MLAമാരുടെ പരസ്യ പ്രതികരണം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. 93,034 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി 19,110 പേർ ഇന്നലെ സന്നിധാനത്തെത്തി. ഇന്ന് രാവിലെ 7 മണിവരെ 27,319 തീർത്ഥാടകർ ദർശനം നടത്തി. ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് തുടരുന്നു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെയാണ്. പക്ഷേ ഇന്നും സമാനമായ രീതിയിൽ രാവിലെ മുതൽ നല്ല തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും.
പുലർച്ചെ സാധാരണ ഒരു ഉണ്ടാകുന്നതിനേക്കാൾ ഒരല്പം കൂടി കൂടുതൽ ആളുകൾ ഇന്ന് രാവിലെ തന്നെ 7 മണിക്ക് മുൻപ് സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു 21,000 22,000 ഒക്കെ ആയിരുന്നു കണക്ക് 7 മണി വരെയുള്ളതെങ്കിൽ ഇന്നത് 27,319 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇത് തന്നെ ഉച്ചയ്ക്ക് ശേഷവും തുടരണം എന്നില്ല. പക്ഷേ രാവിലത്തെ സാഹചര്യം വലിയ തിരക്ക് എന്നത് തന്നെയാണ്. എന്തായാലും 93,034 പേരാണ് ഇന്നലെ ശബരിമല ദർശനത്തിലെത്തിയത്. അതായത് ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ട ദിവസം ഇന്നലെയായിരുന്നു. ഡിസംബർ 5-നായിരുന്നു അതിനു മുൻപ് 92,562 ഭക്തർ സന്നിധാനത്ത് ദർശനത്തിന് എത്തിയത്. എന്തായാലും നീണ്ട ക്യൂ ഉണ്ട്. മണിക്കൂറുകളോളം പലയിടത്തും, അതായത് ശരംകുത്തി വരെയൊക്കെ പുലർച്ചെ സമയങ്ങളിൽ ക്യൂവിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പമ്പയിൽ നിന്ന് പതുക്കെ കയറി ഈ ശരംകുത്തിയൊക്കെ എത്തുമ്പോൾ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വലിയ നടപ്പന്തലിലും സമാനമായ രീതിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് മണ്ഡല പൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുന്നോടിയായി തന്നെ അവസാന ഘട്ടത്തിലേക്ക് സീസൺ എത്തുമ്പോൾ അതിന്റെ ഒരു തിരക്ക് കൂടിയാണ്. ഈ തിരക്ക് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതുകൂടി കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ വരുത്താനാണ് ആലോചനകൾ. എന്തായാലും തിരക്ക് കൂടുമ്പോൾ സാധാരണ ഇവിടെ ക്രമീകരിക്കാവുന്നത് ഒരു 80,000 വരെയുള്ള തിരക്കാണ്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ സമയം ഭക്തർക്ക് ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വരും. പലയിടത്തും ഇത്തരത്തിൽ ശരംകുത്തി വരെയോ മരക്കൂട്ടം വരെയോ ഒക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നും പോലീസും ദേവസ്വം ബോർഡും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്വാഭാവികമാണ്. എന്തായാലും 70,000 എന്ന സ്പോട്ട് ബുക്കിംഗ് കടന്ന് സാധാരണ 10,000 പേരാണ് അധികമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 19,000-ത്തിലധികം ആളുകളാണ് സ്പോട്ട് ബുക്കിംഗ് വഴി, അതായത് ഒരു 20,000-ത്തോളം പേർ അധികമായി എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മണ്ഡലപൂജ കൂടുതൽ അടുക്കുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും മറ്റ് സർക്കാർ വകുപ്പുകളും ഒക്കെയുള്ളത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പമ്പയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. പമ്പ ചാലക്കയത്ത് രാത്രി 12:30യോടെയായിരുന്നു അപകടം. ശബരിമല തീർത്ഥാടകർക്കും ബസ് ഡ്രൈവർക്കും പരിക്കുപറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശബരിമലയിൽ ഫ്ളൈഓവറിന് മുകളിൽ നിന്നും ചാടിയ തീർത്ഥാടകൻ മരിച്ചു. കർണാടക രാമനഗര സ്വദേശി കുമാറാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6:45-നാണ് മാളികപ്പുറം ഫ്ളൈഓവറിന് മുകളിൽ നിന്നും കുമാർ താഴേക്ക് ചാടിയത്. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഞായറാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 25-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡല തീർത്ഥാടന കാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടങ്ങി. 22-ന് ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങും. 23, 24 തീയതികളിൽ കർപ്പൂരാഴി, 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടാലും സ്പെഷ്യൽ പോലീസ് ക്രമീകരണങ്ങൾ ഉണ്ടാവും. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇതുണ്ടാവും. അവർ 25-നാണ് ഇവിടെ എത്തുന്നത്. 25-ന് വൈകുന്നേരം 5 മണിക്ക് അവരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും. 6:30-ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. മണ്ഡലപൂജയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. ഇക്കാര്യത്തിൽ വിവിധ തട്ടിലുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം കൂടിയാലും ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനാണ് ശ്രമം. പൂജകൾക്ക് ശേഷം 26-ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം 30-ന് നട തുറക്കും. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരി റെയിൽപാത പദ്ധതിയിൽ ഇന്ന് നിർണായക ചർച്ച. പദ്ധതി നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട ത്രികക്ഷി കരാർ ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചത്. പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാനം റെയിൽവേയെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും റെയിൽവേയും റിസർവ് ബാങ്കുമാണ് ത്രികക്ഷി കരാറിൽ ഒപ്പുവയ്ക്കുക. സംസ്ഥാന വിഹിതം കൃത്യസമയത്ത് നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് റെയിൽവേക്ക് കൈമാറുന്നതാകും വ്യവസ്ഥ. 3,800 കോടിയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് നിർദ്ദിഷ്ട പാത. തുടർച്ചയായ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്ന്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. DV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴാണ് യോഗം ചേരുക? എന്തൊക്കെയാണ് വിശദാംശം?
ഇന്ന് ഉച്ചയ്ക്കാണ് വളരെ നിർണായകമായ യോഗം ചേർന്നത്. സംസ്ഥാനത്ത് നിരന്തരം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു. അത് ജനങ്ങൾക്ക് വലിയ ആശങ്കയായി മാറുന്നു. റോഡിൽ ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിരപരാധികളായ കുട്ടികളടക്കം, കാൽനട യാത്രക്കാരായ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുന്നത്. നേരത്തെ സർക്കാർ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതാണ്. അതിൽ റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അശ്രദ്ധമായ ഡ്രൈവിംഗ് ഉണ്ട്, മദ്യപിച്ചുള്ള വാഹനമോടിക്കലുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെയും ഏത് തരത്തിലുള്ള പരിഹാരം കാണാനാകുമെന്നാണ് ഇന്ന് ഗതാഗത മന്ത്രി വിളിക്കുന്ന യോഗത്തിൽ ചർച്ചയാവുക. ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് ADGPയുടെ ഒരു യോഗവും ചേർന്നിരുന്നു. നടപടികൾ കർശനമാക്കാനുള്ള തീരുമാനമായ യോഗത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും അതുപോലെ ദേശീയപാത അതോറിറ്റിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത്ര വേഗം പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ശരിയാണ്. മലപ്പുറം കൊളത്തൂർ നീറ്റാണിമലിൽ ടിപ്പർ ലോറി മറിഞ്ഞ വഴിയാത്രക്കാരൻ മരിച്ചു. നീറ്റാണിമൽ സ്വദേശി അലവിക്കുട്ടിയാണ് മരിച്ചത്. കരിങ്കൽ കയറ്റി വന്ന ലോറി അലവിക്കുട്ടിയുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കൊണ്ടോട്ടി കൊളത്തൂർ നീറ്റാണിമലിൽ ദേശീയപാതയിൽ ടോറസ് ലോറി അപകടത്തിൽപ്പെട്ടത്. കരിങ്കല്ലുമായി വരുന്ന ലോറി നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. ഈ വാഹനത്തിനടിയിലാണ് കൊണ്ടോട്ടി കൊളത്തൂർ നീറ്റാണിമൽ എത്തിയകത്ത് അലവിക്കുട്ടി പെട്ടത്. അദ്ദേഹം രാവിലെ പള്ളിയിൽ പോയി പ്രഭാത നമസ്കാരം നിർവഹിച്ച് മടങ്ങി വരുന്ന വഴിയായിരുന്നു. വലിയ കരിങ്കല്ലിന്റെ വലിയ ഭാരമുള്ള ലോറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. 2 മണിക്കൂറിലധികം സമയമെടുത്തു ഈ മേഖലയിലേക്ക് ഗതാഗതം നീക്കുവാൻ. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ലോറി മാറ്റിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. ശരി അനുമോദ്. നാലുപേരുടെ മരണത്തിന് ഇടയാക്കിയ പത്തനംതിട്ട മുറിഞ്ഞകല്ലിലെ അപകടത്തെക്കുറിച്ച് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമിടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് അറിയിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെ എതിർത്തിട്ടും മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ കാർബറണ്ടം കമ്പനിക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകാതെ സർക്കാർ. ഒഴിഞ്ഞുപോകാൻ സ്വകാര്യ കമ്പനിക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ന്യൂസ് 18 ലഭിച്ചു. കമ്പനിക്ക് നടത്തിപ്പ് അവകാശം നീട്ടി നൽകിക്കൊണ്ടുള്ള കരാറിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചെങ്കിലും ഉത്തരവിറക്കാത്തത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എതിർപ്പുയരുന്ന പശ്ചാത്തലത്തിലാണ്. കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി 30 വർഷം മുമ്പ് സർക്കാർ ഒപ്പുവെച്ച കരാറാണ് വരുന്ന 31-ാം തീയതി അവസാനിക്കുന്നത്. അതിനിടെ 25 വർഷത്തേക്ക് കൂടി കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. നിലവിൽ 1 യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് 50 പൈസ മാത്രമാണ് ചെലവ്. ഇടുക്കി, ശബരിഗിരി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന് ആവശ്യമായ 30% വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് സംസ്ഥാനം പരിഹാരം കാണുന്നത്. ഇതിന് ചെലവഴിക്കേണ്ടി വരുന്നതാകട്ടെ ഭീമമായ തുകയും. 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതിക്കുള്ളത്. ഇത് സംസ്ഥാനം ഏറ്റെടുത്താൽ 1 വർഷം 3 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുന്നതിലൂടെ 1 യൂണിറ്റിന് 7 രൂപ നിരക്കിൽ 1 വർഷത്തേക്ക് സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം 21 കോടി രൂപ വരും. അങ്ങനെയിരിക്കെ സ്വകാര്യ കമ്പനിക്ക് 25 വർഷത്തേക്ക് കരാർ നീട്ടി നൽകിയാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം 525 കോടി രൂപ വരെയാകുമെന്നാണ് പ്രതിപക്ഷ വിമർശനം. വ്യവസായം നാട്ടിൽ വരണം. വ്യവസായം വരുന്ന വ്യവസായികൾക്ക് മുഴുവൻ നാട്ടിലെ സ്വത്ത് കൊടുക്കണോ? നാട്ടിലെ ഗവൺമെന്റിന്റെ സ്വത്തുക്കളോ അല്ലെങ്കിൽ വൈദ്യുതി പദ്ധതികളൊക്കെ കൊടുത്തിട്ടാണോ വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ വ്യവസായികളുണ്ട്. എല്ലാവർക്കും കേരളത്തിലെ സ്വത്തുക്കൾ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് അഴിമതിയാണ്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഒപ്പുവെച്ച ഫയലാ. രേഖാമൂലം പുറത്തിറങ്ങിയില്ലേലും മുഖ്യമന്ത്രി ആ ഫയൽ തിരിച്ചു വിളിച്ചിരിക്കുക. ഇത് സംബന്ധിച്ച് 2022 ഈ രേഖയിൽ പറഞ്ഞത് 2022 കത്തിടപാട് തുടങ്ങിയതാ. ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ്, KPCC അങ്ങനെ എല്ലാവരും ഈ വിഷയം ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒന്ന് പുനർചിന്തനം നടത്തുവാൻ സർക്കാർ തയ്യാറായത്.
2 ദശാബ്ദത്തിനപ്പുറം സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം 4 ഇരട്ടിയിലേറെ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. 1994 യാഥാർത്ഥ്യമായ കരാറാണ് ഡിസംബർ 31 കാലാവധി പൂർത്തിയാക്കുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു. സർക്കാരിനുള്ളിലും ഭിന്നത വളരുകയാണ്. വ്യവസായ മന്ത്രിയുടെ നിലപാട് തള്ളി വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ UDF ഏകോപന സമിതി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണ് യോഗം നടക്കുക. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ നേട്ടവും യോഗം വിലയിരുത്തും. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ KPCC അധ്യക്ഷൻ K സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കില്ല. റിഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെടുന്നതിനെ കമാൻഡോ വിനീത് ഭയന്നത് കരിയറിൽ വലിയ തിരിച്ചടിയുണ്ടാകുമോ എന്നുകൂടിയുള്ള ആശങ്ക കാരണമാണ്. ശാരീരികമായി ഏത് സാഹചര്യത്തെയും നേരിടാൻ കമാൻഡോകളെ തയ്യാറാക്കുമ്പോൾ അവർ മാനസികമായി തളർന്നു പോകുന്നത് ആരും തിരിച്ചറിയുന്നില്ല. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കമാൻഡോ വിനീതിന്റെ ആത്മഹത്യ. കൊടുങ്കാട്ടിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും ദിവസങ്ങളോളം തുടരേണ്ട അവസ്ഥ, നേർക്കുനേർ വെടിവെപ്പ് പോലെയുള്ള പോരാട്ടങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പ്, കൊടുങ്കാട്ടിലെ തിരച്ചിലുകൾക്കും രക്ഷാദൌത്യ ചുമതലകൾക്കും ശബരിമലയടക്കം ഏറെ ജനങ്ങളെത്തുന്നിടത്തുമെല്ലാം ഇവർ സേവനത്തിലുണ്ട്. മറ്റു സേനകളെക്കാൾ ശാരീരിക മാനസിക കരുത്തും ആരോഗ്യവും വേണം കമാൻഡോകൾക്ക്. ഇവർക്ക് ഇതുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് റിഫ്രഷ്മെന്റ് കോഴ്സുകൾ നടത്തുന്നത്. റിഫ്രഷ്മെന്റ് കോഴ്സുകളിൽ ശാരീരികമായി ഏറെ കാഠിന്യമുള്ള സാഹചര്യങ്ങളിലൂടെ കമാൻഡോകൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ കോഴ്സുകളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കമാൻഡോകളെ ബറ്റാലിയൻ അംഗങ്ങളാക്കി മാറ്റും. മറ്റ് സേനകളെക്കാൾ ശാരീരിക ക്ഷമത അത്യാവശ്യമായ കമാൻഡോ വിഭാഗത്തിൽ നിന്ന് മാറ്റിയാൽ ശമ്പള ആനുകൂല്യങ്ങളടക്കം എല്ലാം കുറയുകയും ചെയ്യും. വിനീത് റിഫ്രഷ്മെന്റ് കോഴ്സിലെ തിരിച്ചടികളെ വല്ലാതെ ഭയക്കാനുള്ള ഒരു കാരണവും ഇതുതന്നെയാകും. ഇതിൽ അലവൻസ് എന്ന് പറയുന്നത് ഈ LWE ആക്ടിവിറ്റീസിന്റെ, അത് ANF ആന്റി നക്സൽ ഫോഴ്സിന്റെ അലവൻസ് എന്ന് പറയുന്നത് കമാൻഡോ ഓപ്പറേഷൻസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ആ ശാരീരികക്ഷമത ആവശ്യമുള്ളവർക്കുമാണ്. അപ്പം അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അവരുടെ റൂൾസ് പ്രകാരം തന്നെ അവർ തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ അതിൽ ക്ഷമതയില്ലാത്തവർ അതിൽ നിന്ന് മാറ്റുമ്പോൾ, കാരണം നോർമൽ പോലീസിനേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ഇനി അതെല്ലാം അദ്ദേഹത്തിന് അഫക്ട് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഭീതി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടും. എന്നാൽ ശാരീരികമായി ഏത് സാഹചര്യത്തെയും നേരിടാൻ കമാൻഡോകളെ തയ്യാറാക്കുമ്പോൾ അവരുടെ മാനസിക ബലം കൂടി അതിനു തക്കവണ്ണം ഉയർത്തേണ്ടതുണ്ട്. അവർ മാനസികമായി തളർന്നു പോകുന്നത് ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വിനീതിന്റെ ആത്മഹത്യ. പോലീസിന്റെ മാനസികാരോഗ്യം ഉയർത്തുവാൻ കൈക്കൊള്ളുന്ന നടപടികൾ റിസർവ് ബറ്റാലിയൻ അംഗങ്ങൾ കൂടി നിർബന്ധമായും നടപ്പിലാക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ ഇന്നത്തെ ഒരു ബ്രീഫിംഗിന്റെ സ്കോപ്പിൽ വരുന്ന ഒരു ഹാമ്പിറ്റിൽ വരുന്ന കാര്യങ്ങളല്ല, മൊത്തം കേരള പോലീസിനെ അഫക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ശ്രദ്ധയിൽ വരുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ജസ്റ്റ് ബീങ് ടേക്കൻ സീരിയസ്ലി. ഈ ഒരു ഇടത്തിന്റെ കോസ്റ്റും റീസൺസും എല്ലാം തന്നെ പരിശോധിക്കപ്പെടും. മറ്റാംഗിളുകളും എല്ലാത്തിനും ഒതുക്കി പരിശോധിക്കപ്പെടും. 10 വർഷത്തിലധികം റിസർവ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചാൽ അവരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നിലവിൽ തുടരുന്ന രീതി. 13 വർഷം കഴിഞ്ഞിട്ടും വിനീതടക്കമുള്ളവർ പോലീസ് സേനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വിനീതിന്റെ ആത്മഹത്യയെ രക്തസാക്ഷിത്വം ആക്കിക്കണ്ട് അധികൃതർ ഇനിയെങ്കിലും നടപടിക്രമങ്ങളിലെ പിഴവുകൾ പരിഹരിക്കണം. പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വജീവൻ സ്വയം ത്യജിക്കുന്നത് തടയാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ആര്യാട് സ്വദേശിയായ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈ തളർന്നുപോയ സംഭവത്തിലാണ് കേസ്. ഇതോടെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ കേസാണ് ഇത്. കുട്ടിയുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് പോലീസ് നടപടി. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ആര്യാട് സ്വദേശികളായ രമ്യ ആകേഷ് ദമ്പതികൾക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത്. വൈകിട്ട് 7:55ഓടെ കുഞ്ഞിനെ വാക്വം ചെയ്ത് ഡോക്ടർ പുഷ്പ പുറത്തെടുക്കുകയായിരുന്നു. വാക്വം ഡെലിവറിക്കിടെ കുഞ്ഞിന്റെ വലത് കൈയുടെ നാഡികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ബ്രാക്കൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ച കുഞ്ഞ് പിന്നീട് കൈ തളർന്നു പോകുന്ന അവസ്ഥയായ എറിസ് പാൾസി എന്ന രോഗാവസ്ഥയിലേക്ക് മാറി. നമ്മള് ഇങ്ങനെ തിരിച്ചിട്ട്
ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കും നേരെ ആകാനായിട്ട്. ഈ ഭാഗത്തിന്റെ തന്നെ മടക്കത്തുമില്ല, ഈ വിരലിങ്ങനെ നിവർത്തത്തുമില്ല, ഇങ്ങനെ തളത്തിട്ടിരുന്നുണ്ട്. തന്നെ പൊക്കി മടക്കത്തുമില്ല, കൈ മടക്കില്ലല്ലോ. ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ് നവജാത ശിശു. ഇപ്പോൾ കുട്ടിക്ക് കൈ ഉയർത്താനോ വസ്തുക്കൾ പിടിക്കാനോ ഒന്നും കഴിയില്ല. ഡോക്ടറുടെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്നാണ് സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തത്. പ്രസവ സമയം ഡോക്ടർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതാണ് കുഞ്ഞിന് പരിക്കേൽക്കാൻ കാരണമെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. ആകേഷ് രമ്യ ദമ്പതികളുടേതിന് സമാനമായി റെയിൽവേ സ്റ്റേഷൻ സ്വദേശി വിഷ്ണുവിന്റെ പരാതിയിലും പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു. കൈ തളർന്നുപോയ 2 കുട്ടികളുടെ മാതാപിതാക്കൾ പരാതിയുമായി പ്രത്യക്ഷത്തിലെത്തിയിട്ടും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുവെന്ന് ആവർത്തിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. എല്ലാ ആഴ്ചയും യൂറോപ്പിലേക്ക് കേരളത്തിൽ നിന്നും ഗ്യാരണ്ടീഡ്